അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, നമസ്കാരം എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയിരുന്നത്. എല്ലാ വീഡിയോസിലും നമസ്കാരമാണ് പറഞ്ഞുകൊണ്ട് പോയതും ആ നമസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിഷയം ഞാൻ പറയുകയുണ്ടായി. എല്ലാ വിഭാഗക്കാരും കാണുന്നത് കൊണ്ടാണ് ഞാൻ പൊതുവെ നമസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ ഒരു വലിയ യാത്രയും കഴിഞ്ഞ് രാത്രിയിൽ, അതായത് ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വന്ന് കയറി ഭക്ഷണം കഴിച്ച് പിന്നെ വീഡിയോ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലേക്ക് കടന്ന് പെട്ടെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയത് പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്കിന് വലിയ മഹത്വമുണ്ടെന്നും അത് പറയാൻ എല്ലാവർക്കും അർഹതയുണ്ട്. മുസ്ലിങ്ങളായ ആളുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നിൽ വർഷിക്കട്ടെ, നിനക്കുണ്ടാവട്ടെ എന്നൊക്കെ പറയുന്ന ആ സലാം തിരിച്ച് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുന്ന വിശ്വാസികൾ, അതിലൊരനുഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോയുടെ താഴെ 1-2 ആളുകൾ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി, അത് കേട്ടപ്പോൾ ഒരു സുഖം തോന്നി എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടു. ഞാനൊരു മുസൽമാനായിട്ട് ജനിച്ചു. മുസ്ലിങ്ങൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ശീലിച്ചു. പൊതുവെ ഇസ്ലാമിൻ്റെ ഒരു പരിചയം, പുതുക്കൽ അല്ലെങ്കിൽ പരിചയപ്പെടലൊക്കെ, അല്ലെങ്കിൽ കാണുമ്പോൾ പരസ്പരം കാണുമ്പോഴൊക്കെ ഈ സലാം ഉപയോഗിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ വിനയം എന്ന് പറയുന്നത്. പരസ്പരം 2 വിശ്വാസികൾ തമ്മിൽ സലാം പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ജനിച്ചു വളർന്നു വന്നത്. 1969 ജനിച്ചെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന നാടും നാട്ടിലുള്ളവരെയും രക്ഷിതാക്കളെയും ഒക്കെ തിരിച്ചറിയുന്നൊരു പ്രായം നമ്മിൽ കടന്നു വന്നത് നമ്മുടെ നല്ലൊരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ്. 4-5 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ആ 5 വയസ്സിന് ശേഷം പിന്നീട് നമ്മൾക്ക് കിട്ടുന്ന അറിവുകളെന്ന് പറയുന്നത് ഒരു വിനോദമാണ്. കാണുന്നതിനോടൊക്കെയുള്ള കൗതുകം, അതിനോടുള്ള സ്നേഹം, അത് കിട്ടാനുള്ള കൊതി, അങ്ങനെയാണ് പോകുന്നത്. അതിലൂടെ വിദ്യാഭ്യാസം, ഒപ്പം മതപരമായിട്ടുള്ള അറിവുകൾ, അങ്ങനെയൊക്കെയാണ് ആ പ്രായവും കടന്നു പോകുന്നത്. അതിലൂടെ കുട്ടിക്കാലത്തെ കുഞ്ഞു സുഹൃത്തുക്കളുമായിട്ടുള്ള പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കളി, പ്രായമുള്ളവരൊക്കെ പണ്ടുകാലത്ത് പറമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ നല്ലൊരു ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലം ഇന്ന് ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല. പണ്ട് ഞാൻ ജനിച്ചു വളരുമ്പോൾ തോടും കുളങ്ങളും അതുപോലെ തന്നെ പാടങ്ങളും ചെറിയ വഴികളും ഒക്കെ ആയിക്കൊണ്ടിട്ടുള്ള ഒരു നാടായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അത് വളരെ ദൂരെയൊന്നുമല്ല. എറണാകുളത്ത് കലൂരെന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ള, ഇന്നത്തെ റിസർവ് ബാങ്ക് ഇരിക്കുന്ന അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് SRM റോഡ് എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്.
അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അന്ന് ആ സ്ഥലത്ത് ഒരു വലിയ കെട്ടിടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചു കൊച്ചു വീടുകളും അതിനിടയിലൂടെ ഈ പറയുന്ന പോലെ തോടുകളും കുളങ്ങളും ഒക്കെ ആയിക്കൊണ്ട് വലിയ പറമ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഓടിക്കളിക്കാനൊക്കെ, പന്ത് കളിക്കാൻ, അങ്ങനെയൊക്കെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. അന്ന് ആ നാട്ടിൽ ജനിച്ചു വളർന്ന അങ്ങനെ കുട്ടികളിലൂടെ പല വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിലാക്കി കടന്നു വരുന്നതിനനുസരിച്ച് കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് ഇന്ന് ആ സ്ഥലം അവിടെ ചെന്ന് നോക്കിയാൽ ഈ തോടോ ഈ കുളമോ ആ പന്ത് കളിക്കാനുള്ള ഗ്രൗണ്ടോ ഒന്നും അവിടെ കാണാനില്ല. മറിച്ച് വലിയ വലിയ കെട്ടിടങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നതൊരു വലിയ സിറ്റിയായി മാറി. അപ്പോൾ അത്രയും വിശാലമായ ഒരവസ്ഥയിലേക്ക് കാലം മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഒപ്പം പരസ്പരം കണ്ടുമുട്ടിയ മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു. ഇന്ന് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ താമസിക്കുന്നില്ല, അവിടെ നിന്ന് ഞാൻ മാറിപ്പോന്നു. പക്ഷെ ഇന്ന് ആ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളാണ് പണ്ട് കാലത്തുണ്ടായിരുന്ന കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. അത്തരം ആളുകളെയൊക്കെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റും അവിടെയൊക്കെ. അതിലൊരു നല്ലൊരു ശതമാനം ആളുകളും മരണപ്പെട്ടു പോയി എന്നുള്ളത് വാസ്തവമാണ്. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഒരു ഓർമ്മ പുതുക്കൽ പോലെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇടയ്ക്കൊന്ന് സന്ദർശനം നടത്താറുണ്ട്. പണ്ടുകാലത്തെ ഓർമ്മകൾ. എൻ്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. എന്നും രാവിലെ ഉണരുന്നത് ആ അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനം കേട്ടുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ വളരെ രസകരമായ ഒരു നൊസ്റ്റാൾജിയ ഫീൽ കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തെ നമ്മളൊന്ന് സ്മരിക്കാനായി ഇടയ്ക്ക് ഞാൻ അവിടെ പോകാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നതെല്ലാം പുതിയ മുഖങ്ങളാണ്, പണ്ട് കണ്ട മുഖങ്ങളൊന്നുമല്ല. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ പലതരം ആളുകളാണ് അവിടെ ഫ്ലാറ്റുകളിലും ഒക്കെയായി താമസിക്കുന്നത്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ആ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് വീടുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ശീലിച്ചു പോയൊരു മുസൽമാനായതുകൊണ്ട് അത് ആരോടും പറയാം എന്നുള്ളതും വാസ്തവമാണ്. നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അത്തരം സുഹൃത്തുക്കൾ എന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ട്. ക്രിസ്ത്യാനികളാണ് അവർ, പക്ഷേ അസ്സലാമു അലൈക്കും എന്ന് പറയും. അതുപോലെ ചില ആളുകൾ, അതൊക്കെ വളരെ അടുത്ത ആളുകളൊക്കെ, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പറയും, സ്വാഭാവികമായിട്ട് പറയും. അതൊക്കെ നമുക്ക് മനസ്സിലായ ആളുകളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത്, ഞാൻ ജനിച്ചു വളർന്ന കാലത്ത് നമുക്ക് അറിയുന്ന ആളുകളെ കാണുമ്പോൾ വേഗം നമുക്ക് സലാം പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള വിഭാഗങ്ങളാണുള്ളത്. ഇന്ന് എന്തെല്ലാം തരത്തിലുള്ള ആളുകളാണ്, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും. പേര് മുസ്ലിമിൻ്റെ ആയിരിക്കും, പക്ഷെ അവൻ യുക്തിവാദിയായിരിക്കും, അല്ലെങ്കിൽ നിരീശ്വരവാദിയായിരിക്കും. അപ്പോൾ നമ്മൾ ചെന്നിട്ട് വേഗം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നല്ല ബോധ്യമുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ, നമുക്കറിയാവുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് പറയാം അസ്സലാമു അലൈക്കും. അപ്പോൾ വിഷയം ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കേൾക്കുന്നത് പലതരത്തിലുള്ള ആൾക്കാരാണ്. അതിൽ പരിഹസിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അസ്സലാമു അലൈക്കും എന്നുള്ളൊരു വാക്ക് അതിലേക്ക് പറയാൻ ഞാൻ ഒന്ന് മടിച്ചത് അതുകൊണ്ടാണ്. എങ്കിലും ഇനി സലാം പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാം.
എന്ന് തീരുമാനിച്ചു. കാരണം നമ്മുടെ മനസ്സ് ചലിപ്പിക്കുന്നത് ദൈവം തന്നെയാണല്ലോ. അപ്പോൾ നമസ്കാരം എന്ന് പറയിപ്പിച്ചതും കുറെ കഴിഞ്ഞ് അസ്സലാമു അലൈക്കും എന്ന് പറയിപ്പിച്ചതും ദൈവം തന്നെയാണെന്നുള്ള വിശ്വാസത്തോടുകൂടി സലാം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. അത് ആരെയും സലാം പറഞ്ഞത് കൊണ്ടിട്ട് മറ്റുള്ളവരെയെല്ലാം ഒഴിവാക്കി, അപ്പോൾ ഇത് വേറെ ആൾക്കാർക്കൊന്നും കേൾക്കണ്ടേ, അങ്ങനെ 100 ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. എന്ത് വിഷയത്തിനും 2 തരത്തിൽ ആളുകളുണ്ടല്ലോ. പണ്ട് താങ്കൾ നമസ്കാരം എന്ന് പറഞ്ഞത് എല്ലാവരും കേൾക്കാനല്ലേ, ഇപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രം കേൾക്കാനാണോ? അപ്പോൾ എൻ്റെ മതത്തിൻ്റെ ആചാരപ്രകാരം ഞാൻ എല്ലാ സഹോദരങ്ങളോടും, അതായത് വിശ്വാസികളായ ദൈവവിശ്വാസമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. സൂഫിസമാണല്ലോ നമ്മുടെ വിഷയം. പല ഓഡിയോസുകളും ഇട്ടുപോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. വളരെ അപൂർവമേ ശ്രദ്ധിക്കാറുള്ളൂ. കാരണം കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാനായിട്ട്, കാരണം നമുക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കൊണ്ട്, കാരണം വേഗം ഇത് ശരിയല്ല, ഇത് എന്താണ് എന്നൊക്കെ ചോദിക്കാൻ കഴിയും. പക്ഷേ ആ എന്താണെന്ന് ചോദിച്ചതിന് എത്രത്തോളം നമ്മൾ എഴുതും മനസ്സിലാകണ്ടേ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന വിഷയങ്ങൾക്ക് ഒരു പൂർണ്ണത കിട്ടും. അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നുള്ളൂ. അല്ലാത്ത ആരും ഇതിലേക്ക് നിർബന്ധിച്ച് കയറണ്ട. ഒരാൾ ചോദിക്കുകയുണ്ടായി, ഇസ്ലാമിനെ കുറിച്ച് ഒരു അറിവുമില്ലാതെയാണ് താങ്കൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഒരറിവുമില്ലാത്ത ഞാൻ ഇത്രയും എപ്പിസോഡുകൾ ചെയ്തല്ലോ, അതൊരു വലിയ അത്ഭുതമാണ്. പൊട്ടത്തരങ്ങൾ പറയാനാണെങ്കിലും അതിനും വേണമല്ലോ ഒരറിവ്. വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞ വിഷയങ്ങൾ എല്ലാം നിങ്ങൾ കാണാത്തത് കൊണ്ടിട്ട് അത് ശരിയല്ല എന്ന് പറയാം. ഞാൻ കണ്ടത് കൊണ്ടിട്ട് ഞാനത് പറയുന്നു. അക്കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, മടവൂരിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ 5 പേരെ കണ്ടിട്ടുണ്ട്. അതിൽ മടവൂർ ഷെയ്ഖിനെ കണ്ടത് ഒരു 15 സെക്കൻഡാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹസൻ മുസ്ലിയാരെ കണ്ടതും അതേപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് നേരത്തെ സംഭാഷണം മാത്രമേ കേൾക്കാൻ കഴിഞ്ഞു. അദ്ദേഹം വേഗം വരികയും പോവുകയും ചെയ്തു. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു വെളിയത്തിനാട് ഉപ്പാപ്പ. അദ്ദേഹത്തിന് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം വായിൽ വാരി വെച്ച് തരുന്ന ഒരു മഹാനാണ് വെളിയത്തിനാട് ഉപ്പാപ്പ. അപ്പം അവരുടെ ഒരു സ്നേഹം, അദ്ദേഹം അധികം സംസാരിക്കില്ല, തിലമുറുക്കി ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നടക്കുന്ന റോഡിലൂടെയൊക്കെ നടന്നു പോകും. അങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഒരു മഹൽ വ്യക്തിയായിരുന്നു വെളിയത്തിനാട് ഉപ്പാപ്പ. ഉപ്പാപ്പാന് പല പ്രാവശ്യവും കൈക്ക് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഉമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി അവിടെ പായിൽ കിടക്കും. എഴുന്നേൽക്കുമ്പോൾ ചോറിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ എനിക്ക് വാരിത്തരും. അപ്പം ആ ഒരു ബന്ധം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇടപഴകിയത് ഇടയത്തോട് സിറാജുദ്ദീൻ തങ്ങളുമായിട്ടാണ്. ഇത് ഏകദേശം 3.5 വർഷക്കാലം മഹാനവറുകളുടെ അടുക്കൽ ആഴ്ചകളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും അവരുടെ രീതിയും ജീവിതവും എല്ലാം വ്യത്യസ്തങ്ങളായിരുന്നു. അപ്പം അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും ശരീഅത്ത് മാത്രമേ അറിയുള്ളൂ, മറ്റൊരു വശം അറിയില്ല. അതുകൊണ്ട്
അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശരീഅത്തുകാരെല്ലാം ഈ സൂഫികളുടെ ഖബറുകളിൽ പോയി നിന്ന് ദുആ ചെയ്യുന്നവരാണ്. അവിടെ പോയി ദുആ ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും യാതൊരു കൺഫ്യൂഷനുമില്ല. കാരണം അവർ വഫാത്തായി പോയല്ലോ. അവർ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ചു, എന്ത് കാണിച്ചു, എങ്ങനെയാണ് ഓരോ ദിനങ്ങളും തള്ളി നീക്കിയതെന്ന് കാണാത്തവരാണ് കേട്ടറിവ് വെച്ചുകൊണ്ട് അവരുടെ അരികിൽ ചെല്ലുന്നത്. അവർ പണ്ട് മഹാനായിരുന്നു, ഒരുപാട് കറാമത്തുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ രോഗങ്ങളൊക്കെ മാറിയിരുന്നു, അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു എന്നൊക്കെയുള്ള കഥകൾ കേട്ടുകൊണ്ട് പ്രശ്നങ്ങളുള്ള മുഴുവൻ ആൾക്കാരും ഈ സ്ഥലത്തേക്ക് വരും. പ്രശ്നം മാറലാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ തന്നെ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വന്തം കുടുംബം പോറ്റാനായിട്ട് 8ാം ക്ലാസ്സിൽ പഠിത്തവും നിർത്തി ജോലിക്കിറങ്ങിയ ഒരു മനുഷ്യൻ. അവരോടുള്ള ഇഷ്ടം കൊണ്ട് പല ഘട്ടങ്ങളായിട്ട് അവരെ കാണാൻ പോകുമ്പോൾ പല ആളുകളും അവരുടെ മുന്നിൽ വന്ന് എനിക്കൊരു ജോലിയില്ല, എനിക്കൊരു വീടില്ല, എൻ്റെ മകളെ കെട്ടിക്കാറായി, കെട്ടിക്കാനൊരു വഴിയില്ല, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വിഷമങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് ഞാൻ ആലോചിക്കും, എൻ്റെ പ്രശ്നവും പറഞ്ഞാൽ എന്താ, എനിക്കും സ്വന്തം ഒരു ജോലി ഇല്ലല്ലോ. പക്ഷെ എന്തോ എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. അത് എനിക്ക് പലപ്പോഴും പറയണമെന്ന് തോന്നിയാലും ഞാൻ പറഞ്ഞില്ല. അവരെ നോക്കിക്കൊണ്ടിരുന്നു, അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നു, അവിടുത്തെ മറ്റിതര എന്തെങ്കിലും പ്രവൃത്തികൾ ആ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതങ്ങനെ തുടർന്നു, അവരുടെ വഫാത്ത് വരെ അത് തുടർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ എന്തെല്ലാം ചെയ്തു പിടിച്ചു എന്നുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ സൂഫികളുടെ വഴികൾ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമേ, അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, എല്ലാവരുമല്ല. ഇപ്പം മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. ബാക്കി എല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിയുന്നതാണ്. അപ്പം ഇതെല്ലാം എഴുതി കൂട്ടിയതാണ്, ഓരോരുത്തർ അവരവരുടെ ഭാവനകളിൽ രചിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ അതിനുത്തരം കൊടുക്കാൻ പറ്റും? എന്നതുപോലെ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങൾ ആരുടെയും തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. സൂഫികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംസാരമാണ് എൻ്റേത്. സൂഫിസത്തെക്കുറിച്ച് അറിയാതെ സൂഫികളെ സന്ദർശിക്കുന്ന, സിയാറത്ത് ചെയ്യാൻ പോകുന്ന, തൻ്റെ പ്രശ്നം മാറണം, രോഗം മാറണം എന്നൊക്കെ പറഞ്ഞു പോകുന്ന, അവരെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭാഷണം മാത്രമാണിത്. അതിലേക്ക് എല്ലാവരും ഓടിക്കയറരുത്, കാരണം നിങ്ങളാകെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു കടലിനെ നമുക്ക് കരയിൽ നിന്ന് കാണാം, കടലാണെന്നും നമുക്കറിയാം. ആ കടലിൻ്റെ കരയിൽ നിന്നുകൊണ്ട് ആ തിരമാലകൾ അടിച്ചു വരുന്നത് കണ്ട് നമുക്ക് രസിക്കാം. നമുക്ക് ഒരു പരിധി വരെ ആ തിരയിൽ ഓടിക്കളിക്കാം. തിര വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കാം. എന്താണ് കാരണം? നമുക്ക് കടലിൻ്റെ ആയത്തെ ഭയമാണ്. നമുക്ക് നീന്താൻ അറിയില്ല. എന്നാൽ അത്യാവശ്യം നീന്താൻ കഴിവുള്ളവർ അവിടെ ഡ്രസ്സൊക്കെ മാറി നിന്ന് അതിലേക്ക് ഇറങ്ങി നിന്ന് തിര വരുമ്പോൾ അതിൽ കിടന്ന് മറിയുന്നത് കാണാം. അപ്പോൾ കരയിൽ നിന്നുകൊണ്ട് കടലിനെ കാണുന്നവരും നീന്തൽ പഠിച്ച് ആ തിരമാലകളിൽ മറിഞ്ഞു കളിക്കുന്നവരുമുണ്ട്. അപ്പം എല്ലാവർക്കും തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഒരു പഠനം നടത്തിയാൽ, ഇപ്പോൾ പലരും പറയും പഠിച്ചാൽ നീന്താൻ പറ്റുമല്ലോ. പഠിച്ചാലും നീന്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എത്രയോ ആൾക്കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, എന്നിട്ടും ഇന്നും ലൈസൻസ് പോക്കറ്റിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പേടിയുള്ള കുറച്ച് ആൾക്കാരെ എനിക്കറിയാം. അവർക്കിന്നും പേടിയാണ് വണ്ടി ഓടിക്കാൻ. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. എൻ്റെ ലൈസൻസ് ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ പേടിയാണ്. നീന്താൻ പഠിച്ചു, പക്ഷെ നീന്താൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയമാണ്. അപ്പോൾ സൂഫിസം ഒരു വലിയ കടലാണ്. മൊഹിദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്,
മറുകരയില്ല കടല് ഞാൻ എന്നോവർ, മനുഷ്യനറിയാത്ത വസ്തു ഞാൻ എന്നോവർ. ഇപ്പൊ സാധാരണക്കാരായ മനുഷ്യർക്ക് സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുമ്പോൾ അവരെ മനോരോഗിയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഭ്രാന്തി പിടിച്ചവരെന്നോ പിശാച് ബാധിച്ചവരെന്നോ ജിന്നു കൂടിയവരെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിത്തള്ളാം. പക്ഷെ അവരുമായിട്ടൊന്ന് സഹവസിച്ചെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കുറേ നേരം നമ്മളൊന്ന് ഇരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു അറിവ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരിക്കൽ ഞാൻ മടവൂര് പോയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. വളരെ മുഷിഞ്ഞ വേഷത്തിലാണ് അദ്ദേഹം അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറേ നേരം എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വേഷം കണ്ടു കഴിഞ്ഞാൽ ഒരു മനോരോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കാൻ തന്നെ തോന്നില്ല. പക്ഷെ അദ്ദേഹം മെല്ലെ മെല്ലെ എൻ്റെ അരികിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപാടെ സൂഫികളുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചതിൻ്റെ പേരിൽ ഞാൻ അയാളെ ഒരു മനോരോഗിയായി കണ്ടില്ല. അദ്ദേഹത്തിൽ എന്തോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണം. അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് പൈസ തരൂ. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പം അദ്ദേഹം ചിരിച്ചിട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോയതിന് ശേഷം വീണ്ടും എൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പൈസ ചോദിച്ചാൽ പൈസ തരില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പൈസ എടുത്തു കൊടുത്തു ചിരിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അത് വാങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു, സാധാരണ ഞാൻ ഇവിടെ വന്ന് 2 ചീത്ത പറയുമ്പോൾ എനിക്ക് കാശ് കിട്ടും. എവിടെ? മടവൂര് വന്നിട്ട് അങ്ങോട്ട് നോക്കി 2 ചീത്ത പറയുമ്പോൾ എനിക്ക് കാശ് കിട്ടും. അതുകൊണ്ട് എനിക്ക് അവിടെ ചീത്ത പറയാൻ തോന്നിയില്ല. നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ ചീത്ത പറയാൻ തോന്നി. അപ്പം എനിക്കിപ്പോൾ കാശ് കിട്ടിയില്ലേന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് നമ്മളിത് കേൾക്കുമ്പോൾ എന്ത് ചിന്തിക്കും? എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ വന്ന് ചീത്ത പറയുമ്പോഴാണ് എനിക്ക് കാശ് കിട്ടുന്നത്. അപ്പം അവിടെ പറഞ്ഞില്ല, നിങ്ങളെ പറയാനാണ് തോന്നിയത്. നിങ്ങളെ പറഞ്ഞപ്പോഴും കാശ് കിട്ടി, ചീത്ത പറഞ്ഞപ്പോഴാണ് കാശ് കിട്ടി. ഒരു ഭൗതികമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ മഹാന്മാരെ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്ക് കാശ് കിട്ടി എന്ന് ഭൗതികമായ കാഴ്ചപ്പാടിൽ നമുക്ക് അതിനെ വിലയിരുത്താം. ഒരു സാധാരണക്കാരനായ വ്യക്തി അങ്ങനെ വിലയിരുത്തുള്ളൂ. അപ്പോൾ അവരെ ചീത്ത പറഞ്ഞപ്പോൾ അയാൾക്ക് കാശ് കിട്ടി. ബോധമുള്ള ആൾക്കാരൊക്കെ കാശ് കൊണ്ടേ അവിടെ ഇട്ടണേന്. ഇവിടെ അയാളെ ചീത്ത പറഞ്ഞിട്ട് ഇയാൾക്ക് കാശ് കിട്ടി, ഭ്രാന്തനിക്ക് കാശ് കിട്ടി. ബോധമുള്ളവരൊക്കെ അവിടെ കൊണ്ടേ കാശിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെയാണ് കാണാൻ കഴിയുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. അതാണ് സൂഫികളായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിലാക്കൽ. ചീത്ത പറഞ്ഞപ്പോൾ കാശ് കിട്ടും. ഓരോ മഹാത്മാക്കളും ഈ ചീത്ത കേട്ടുകൊണ്ടാണ് അവർ പുണ്യം നേടിയിരിക്കുന്നത്. പരിഹാസങ്ങൾ കേട്ടുകൊണ്ടാണ് അവരുടെ മഹത്വം വളർന്നത്. യേശുവിൻ്റെ ചരിത്രം നോക്കുക. നമ്മളുടെ ഈസാ നബി ആണെങ്കിലും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അവസ്ഥയിലെ കുറിച്ച് പറയുമ്പോൾ എത്രയോ പീഡനങ്ങൾ, മനോപീഡനങ്ങളും അല്ലാതെയും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാ സൂഫികൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായി ജനങ്ങളിൽ നിന്ന് ആക്ഷേപിക്കപ്പെടുമ്പോൾ അവർ മഹത്തുക്കളായി മാറുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ ചീത്ത പറയുമ്പോൾ എനിക്ക് കാശ് കിട്ടും. ഇത് എനിക്ക് മാത്രം മനസ്സിലായ ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കണ്ട ആ മടവൂരിനെ 2 ചീത്ത പറഞ്ഞപ്പോൾ ഇയാൾക്ക് കാശ് കിട്ടും. അങ്ങനെ വിലയിരുത്താൻ പറ്റുള്ളൂ. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അർത്ഥം പഠിക്കുന്നുണ്ട്, ഒരു വാക്കിൻ്റെ അർത്ഥം പഠിക്കുന്നുണ്ട്. വെറുതെ അർത്ഥം മാത്രം പഠിച്ചിട്ട് കാര്യം.
അതിൻ്റെ പര്യായം പഠിക്കുന്നുണ്ട്, അതിൻ്റെ വിപരീതം പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂട്ടി ഇണക്കി ചേർത്ത് പഠിച്ചു കഴിയുമ്പോഴാണ് ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമുക്ക് സമയമില്ല. നമുക്കാകെയുള്ള സമയം, നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റുകളാണ്. പല വിഷയങ്ങൾ, ചിലപ്പോൾ ഫുട്ബോളാകാം, ക്രിക്കറ്റാവാം, അല്ലെങ്കിൽ മറ്റിതര ചോയ്സുകൾ ഒക്കെ ആവാം. അതിനൊക്കെ വേണ്ടി നമ്മൾ ധാരാളം സമയം കളയും. ചില സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ഫുട്ബോൾ കളിയൊക്കെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുന്ന ചെറുപ്പക്കാരായ പിള്ളേരെയൊക്കെ കാണാം. ഏതോ രാജ്യക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കളിക്കുമ്പോൾ, ഗോളടിക്കുമ്പോൾ വളരെ ആർപ്പുവിളിയോടുകൂടി ഏതെങ്കിലും ഒരു രാജ്യം, നമ്മുടെ രാജ്യം അല്ലെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തിലെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് വേണ്ടി റോഡിലൂടെ ഘോഷയാത്ര നടത്താൻ സമയമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാം ഓരോരുത്തരുടെ ഓരോ ചോയ്സുകളാണ്. അതൊന്നും നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. പക്ഷെ അതിനെല്ലാം സമയം കളയുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ സമയമില്ലാത്തവരായി പോയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു വിഷയം നമ്മൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ വേഗത്തിൽ തന്നെ ഒരു കുറ്റം പറയാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല, മൊത്തം ബോറടിയാണ്. പണ്ട് ഒത്തുള്ളിയിൽ പഠിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, നരകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ കാലത്തൊന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ജയൻ, നസീർ, നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ നടന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, നടികളും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഹറാമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഇവരൊക്കെ നരകത്തിലായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെ ഇസ്ലാമിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും നരകത്തിലുണ്ട്. നമുക്കിഷ്ടമുള്ള എല്ലാവരും നരകത്തിലുള്ളത്. പിന്നെ സ്വർഗത്തിൽ ആരാ ഉള്ളത്? നമുക്ക് ഒരു പരിചയമില്ലാത്ത ആരൊക്കെയോ സ്വർഗത്തിലുണ്ട്. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഇരിക്കണോ, പരിചയമുള്ളവരുടെ ഇടയിലിരിക്കും. പിന്നെ നോക്കുമ്പോൾ സ്വർഗത്തിൽ ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്, നരകത്തിൽ കത്തി എരിയുന്ന തീയാണെന്നാണ്. അപ്പോൾ പിന്നെ അവിടെ ജയൻ, നസീർ ഉണ്ടായിട്ട് കാര്യമില്ല. കത്തി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കണില്ലേ, അപ്പം അതിൻ്റെ അകത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ആയ കൊടുക്കും. പിന്നെ സ്വർഗത്തിലേക്ക് പോകാം. അപ്പം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? നമ്മളെ പഠിപ്പിച്ചിരിക്കണ എന്താണ്? സുന്ദരികളായ തരുണീമണികളെ കിട്ടും, മദ്യം ഒഴുകുന്ന പുഴയുണ്ട്. അങ്ങനെ അലിമികളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. റാബിയത്തുൽ അദ്വിയ്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വർഗത്തെയും നരകത്തെയും പാടെ നിഷേധിക്കുന്ന ഒരവസ്ഥ. കാരണം ബാക്കിയെല്ലാം സൃഷ്ടിയാണ്. സൃഷ്ടിതാവിനെ തേടലാണ് സൂഫിസത്തിൻ്റെ വഴി, സൃഷ്ടിയെ തേടലല്ല. ഒരു പരിധിവരെ ശരീരത്തിലുള്ള ആളുകളെല്ലാവരും സൃഷ്ടിയെ സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ്. സ്വർഗം ഒരു സൃഷ്ടിയാണ്, നരകവും ഒരു സൃഷ്ടിയാണ്, മനുഷ്യനും ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയിലേക്ക് മറയാനുള്ള വ്യഗ്രതയിലാണ്, സൃഷ്ടിതാവിലേക്ക് മറയാനുള്ള വ്യഗ്രതയാണ് സൂഫികളിലുള്ളത്. അപ്പം അത്തരം കാഴ്ചപ്പാട് വളരെ ചുരുക്കം ആളുകൾക്കേ ഉണ്ടാവുള്ളൂ. ഒരാൾ കമൻറ്റിൽ ചോദിക്കുകയുണ്ടായി, നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന സമയത്ത് കിട്ടേണ്ട സൗഭാഗ്യങ്ങളെല്ലാം ആസ്വദിക്കണ്ടേ? കിട്ടാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ നമ്മുടെ ഇത് നശിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അത് ചോദിക്കാനുള്ള കാരണം സൂഫികളുടെ ഭക്ഷണ രീതിയും ജീവിത സുഖങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴല്ലേ നമുക്കിതെല്ലാം ഉള്ളൂ, പിന്നെ ഇല്ലല്ലോ. അപ്പം യഥാർത്ഥത്തിൽ സൂഫികൾ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കും, ഉറങ്ങണം, അവർക്കും വസ്ത്രം വേണം, അവർക്കും പണം വേണം, അവർക്കും ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം പ്രവാചക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ പടച്ചട്ട പണയത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രവാചകൻ എന്തിനാണ് അത്രയും വലിയ ഒരു വിഷമം വരേണ്ടി വന്നത്? അള്ളാഹു നേരിട്ട് അയച്ച പ്രവാചകനല്ലേ. ആ പ്രവാചകനിക്ക് ധാരാളം കാശൊക്കെ ഉണ്ടാകണ്ടേ,
സെറ്റപ്പായിട്ട് ജീവിക്കണ്ടേ? അള്ളയല്ലേ ഈ ലോകത്തെ മൊത്തം പടച്ചത്. അപ്പോൾ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് ജീവിക്കേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം നബിക്ക് കാശുമില്ല, ഒന്നുമില്ല, മൊത്തം പ്രശ്നങ്ങൾ. പക്ഷെ ഇന്ന് അത്തരം മഹത്തുക്കളുടെ പേരിൽ പണമുണ്ടാക്കുന്ന ധാരാളം സ്ഥാപനങ്ങളും ഇതേപോലെയുള്ള മക്ബറകളും ഒക്കെ നമുക്ക് കാണാം. അവർ ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചു. ഇന്ന് അവരുടെ ഇടങ്ങളൊക്കെ വർണ്ണശബലമായ രീതിയിൽ മനോഹരമാക്കിക്കൊണ്ട് ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സിയാറത്ത് കേന്ദ്രം ആണ്. ഒരു സിയാറത്ത് എന്ന് പറഞ്ഞാൽ ആത്മാന്വേഷികൾക്ക് വന്നു പോകാനുള്ള ഒരിടം. ആത്മാന്വേഷികൾ, അതായത് ഇത് തിരിഞ്ഞവർ അവരുടെ സന്നിധാനത്തിലേക്ക് വരുന്നു. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഒരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് കടന്നു വരാറുള്ളത്. ഒരു ടൂറ്, പോത്തുപള്ളിയിൽ നിന്ന് പിള്ളേരെ സിയാറത്തിന് കൊണ്ടുപോകുന്നു. അപ്പോൾ പിള്ളേരെല്ലാം ആവേശത്തോടുകൂടി കയറുന്നത് അവിടെയുള്ള മഹാൻ്റെ കുറിച്ചിട്ടുള്ള അറിവോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കുട്ടികളുണ്ടാവില്ല. അവർക്ക് ആ ബസ്സിൽ കയറി എൻജോയ്മെൻറ്റ് ചെയ്തു പോകാനുള്ള ഒരു അറിവായിരിക്കും. പിന്നീട് വളർന്ന് വലുതായി അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അപ്പോൾ ഒരു ടൂറില്ലല്ലോ. നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ടൂറില്ല. പിന്നെ ടൂറുള്ളത് ഫാമിലിയുമായിട്ടൊക്കെ ആയിരിക്കും. എന്നാലും സുഹൃത്തുക്കളായിട്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം മക്കാമുകൾ സന്ദർശിക്കുന്നത്, മടവൂർ ഷേഖ് ഒരിക്കൽ പറഞ്ഞു, എന്നെ കാണാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്, പക്ഷെ എന്നെ കാണാൻ ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ? എന്നെ കാണാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്, എന്നെ കാണാൻ ആരും വരുന്നില്ല. ഇപ്പം മടവൂര് നമ്മൾ വ്യാഴാഴ്ച ദിവസം ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമുണ്ടാവില്ല. അത്രയ്ക്കും ജനമാണ്. നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഓരോ വിഷമങ്ങളായിട്ട് വന്നു പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ അവരോട് മുഹബത്തുള്ളവരുണ്ട്, അതുപോലെ അവരെ കണ്ടവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പറയാൻ വരുന്നവരായിരിക്കും. അത് വെച്ചുകൊണ്ടാണ് മടവൂർ പറഞ്ഞത് എന്നെ കാണാൻ ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ സിറാജുദ്ദീൻ തങ്ങളുടെ അരികിൽ പോയത് അവരെ കാണാനാണ്, എൻ്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പറയാനല്ല. ഇന്നും പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. താമസിക്കുന്ന വീട് പോലും ജപ്തിയുടെ വക്കിലാണ്. അപ്പം അത്രയും മാനസികപരമായ പ്രയാസത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2 കൊല്ലം കൊറോണ, ഒരു വരുമാനമാർഗം മക്കളിലൂടെ ഉണ്ടായിരുന്നു, അത് നിന്നുപോയി. ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അതായിരുന്നു വരുമാനമാർഗം. കൊറോണ 2 കൊല്ലം വന്നപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി റെക്കോർഡിംഗ് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ വർക്കുകളില്ലാതെയായി. ഓരോ പൈസ ബാങ്കിൽ ആധാരം വെച്ച് വീട് പണിയാൻ വേണ്ടി ഒരു ചെറിയ വീടുണ്ടാക്കി. വീടൊന്നും ഉണ്ടായിരുന്നില്ല, സ്വന്തമായിട്ടൊരു സ്ഥലം പോലും ഇല്ലാതെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ പിതാവ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ വളർന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് പലതരത്തിലുള്ള യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടാണ് ഒടുവിലൊരു വീടുണ്ടായത്. പക്ഷെ ഇന്ന് ആ വീട് പോലും മുമ്പത്തേക്കാളും കഷ്ടം എന്ന് പറയുന്നൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പുറമേ നിന്ന് വീക്ഷിക്കുന്നവനിക്ക് വളരെ സുഖകരമായ ജീവിതം, ഒന്നിനും ഒരു കുറവില്ലാത്ത ജീവിതം. പക്ഷെ ഉള്ളിൽ നമ്മൾ ആരോടും പരാതി പറയാതെ, സങ്കടങ്ങൾ പറയാതെ, നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. ആ ഒരു മനോവ്യാധിയിൽ ഒരു സമയത്ത് മഹാന്മാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാവർക്കും നന്മ പറഞ്ഞ് യാത്ര ചെയ്തപ്പോൾ ക്രിസ്തുവിനെ കുരിശിലേറ്റുന്നത് പോലെ കുരിശിലേറ്റുന്ന കുറേ സൗഹൃദങ്ങൾ കിട്ടി. അതിൻ്റെ വേദനകളെല്ലാം അനുഭവിച്ച്
അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒടുവിൽ നമ്മളുടെ കാര്യം നോക്കി മാത്രം ഒതുങ്ങി മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴും പല പ്രയാസങ്ങളും നമ്മളുടെ നേരെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ മാനസികമായ വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ 54 വയസ്സായി. ഈ പ്രായത്തിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ആ ടെൻഷൻ, പറയാനുള്ള ആഗ്രഹം ആരോട് പറയാനാണ്? എൻ്റെ ഉമ്മയുടെ വാപ്പ നല്ലൊരു ആലിമായിരുന്നു, കുഞ്ഞമ്മരക്കാർ എന്നാണ് പേര്. അദ്ദേഹം ഇതുപോലെ ബദർപാട്ടും അതുപോലുള്ള കാര്യങ്ങളും കോലുകളി പഠിപ്പിക്കലും കൈമുട്ട് പഠിപ്പിക്കലും അങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിലാണ് ഉണ്ടായത്. ഒരു സൂഫി മൈൻഡിലാണ് യാത്ര ചെയ്തത്. ഓരോ വീട്ടിലും പോയി ആത്മീയമായ വിഷയങ്ങളൊക്കെ പറയുന്ന ഒരാളായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു. ഒരുപക്ഷെ ആ ഒരു അവരുടെ ഒരു സ്നേഹമായിരിക്കാം ഒരുപക്ഷെ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള ബന്ധം. അപ്പോൾ ഞാൻ ഇങ്ങനെ തുടങ്ങി, ഒരു രസത്തിൽ തുടങ്ങി, സംസാരിച്ചു. അങ്ങനെ വന്ന് ഇപ്പോൾ കുറച്ച് ആളുകളായി. ഇപ്പോൾ മുടങ്ങാതെ പറയാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇതിപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത രൂപത്തിലായി കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടില്ലേ? അതെ, ആരോടും കൈനീട്ടാതെ അതായത് സ്നേഹമുള്ള എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നല്ലവരിൽ നിന്ന് നിങ്ങളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും അതിൽ വന്നു പെട്ടാൽ, ഒന്നും പെട്ടിട്ടില്ല ഇതുവരെ, അങ്ങനെ ഉണ്ടായാൽ ആരോടും യാചിക്കാതെ തന്നെ കടങ്ങളിൽ നിന്ന് മുക്തനാകാം എന്ന ഒരു ലക്ഷ്യം ഈ പറയൽ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. റമദാൻ മാസത്തിലൊക്കെ മുത്തലിം പിള്ളേരൊക്കെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. പണ്ട് കാലത്തൊക്കെ ഞാൻ കാണാറുണ്ട്, ഇപ്പോഴും ഉണ്ടായിരിക്കും, പ്രസംഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടുകൂടി എന്തെങ്കിലും കൊടുക്കും. അപ്പം എന്നതുപോലെ എൻ്റെ ശരീരത്തിൽ വന്നു പെട്ടുപോയ പലരെയും സഹായിക്കുകയും പലരെയും വിശ്വസിച്ചു കൊണ്ടുപോയതിൻ്റെ പേരിൽ ചതിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ബാധ്യതകളിലേക്കായിപ്പോയി. അപ്പം അതുകൊണ്ട് ആ ബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനായിട്ട് നമുക്ക് പണം തന്നെ വേണം. അപ്പം ആ പണം എവിടെ നിന്ന് കിട്ടും? എത്രയെന്ന് ഒരു കട തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ലക്ഷങ്ങൾ തന്നെ കടങ്ങളായിരിക്കുമ്പോൾ ഇനി ഒരു കട തുടങ്ങാൻ ലക്ഷങ്ങൾ എവിടെ നിൽക്കുക? അപ്പോൾ എല്ലാവരുടെയും ജീവിതം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു പരിധി വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പരസ്പര സഹായ സഹകരണങ്ങളോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ചാൽ എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരങ്ങളുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ നമ്മളെല്ലാവരും മനുഷ്യരാണെന്നും നമുക്കെല്ലാവർക്കും ഒരു ജീവിതമുണ്ടെന്നും നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുണ്ടെന്നും നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അബദ്ധങ്ങൾ പറ്റിയതുകൊണ്ട് നമുക്ക് ചില ബാധ്യതകൾ വന്നു എന്ന് മനസ്സിലാക്കുകയും അതുപോലെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് തിരിച്ചറിയുകയും അങ്ങനെ എല്ലാവരും കൈകോർത്തുകൊണ്ട് സഹകരിക്കുമ്പോൾ എന്നെക്കൊണ്ട് നിങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് എനിക്കും ഒക്കെ ആ ഒരു സഹായം, അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഒക്കെ ഉണ്ടാവും. അപ്പം അത്തരം കാര്യങ്ങളാണ് ഇന്ന് പൊതുവെ ഞാൻ മറ്റു വിഷയങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. എങ്കിലും ജീവിതത്തിൽ നമ്മൾ മിഥ്യകൾ എന്ന് പറയുന്ന അവസ്ഥ, എല്ലാം മിഥ്യകളല്ല, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. അനുഭവിച്ചവരാണത് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കെട്ടുകഥയാണെങ്കിൽ ഒരു കെട്ടുകഥ കൂടി ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ കളമശ്ശേരി കണ്ടെയ്നർ റോഡ്, അന്ന് കണ്ടെയ്നർ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 1 മണിക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാനും ഭാര്യയും കൂടി കാറിൽ, അന്ന് ഞാൻ താമസിക്കുന്നത് പാതാളം ആ ഭാഗത്താണ്. അപ്പോൾ ഞാൻ കാറിലിങ്ങനെ വരുമ്പോൾ ഈ കണ്ടെയ്നർ റോഡിൻ്റെ പണി, റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഒരു വരിപ്പാത മാത്രമേ അന്നുള്ളൂ.
ബാക്കിയുള്ള ഭാഗമൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ശക്തമായ മഴ പെയ്യുകയാണ്. വണ്ടിയുടെ ലൈറ്റ് അടിച്ചിട്ടൊന്നും റോഡ് വ്യക്തമാകുന്നില്ല. ഞാൻ ഈ മെയിൻ റോഡിലേക്ക് വന്ന്, ഈ കണ്ടെയ്നർ റോഡിലേക്ക് വന്ന് കയറിയപ്പോൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള ഭാഗം കാണാൻ പറ്റുന്നില്ല. ഒരു കണക്കിന് മഴ ഭയങ്കര ശക്തമായി പെയ്യുന്നതുകൊണ്ടിട്ട് റോഡ് തിരിയുന്നില്ല. പയ്യെ പയ്യെ വണ്ടി മുന്നോട്ടെടുത്ത് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി വന്ന് രണ്ട് വീലും ഒരു കുഴിയിലേക്ക് പോയി. സമയം രാത്രി 1 മണി, ഒരു മനുഷ്യനില്ലാത്ത സമയം, ശക്തമായ മഴ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. ഈ സമയത്ത് എന്ത് ചെയ്യും? വണ്ടിയുടെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. വണ്ടി മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. വീല് രണ്ടും ഒരു കുഴിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. പുറത്തേക്ക് ഡോറ് തുറന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. അത്രയ്ക്കും ശക്തമായ മഴ. ഞാൻ വല്ലാതെ വിഷമിച്ചു. ആ വിഷമിച്ച മുഹൂർത്തത്തിൽ ഞാൻ നോക്കുമ്പോൾ ആ മഴയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വണ്ടിയുടെ മുന്നിൽ മിന്നാമിനുങ്ങ് പോലെ കറുത്ത കോട്ടിട്ട കുറച്ച് രൂപങ്ങൾ കണ്ടു. വണ്ടി പൊക്കി കരയിലേക്ക് വെച്ചു. മഴക്കോട്ട് ധരിച്ച ഏതോ യാത്രികരാണ് ഇത് പൊക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വേഗം ഡോറ് തുറന്ന് അവരോടൊരു നന്ദി പറയാനിറങ്ങിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. ഭാര്യയും ഞാനും സ്തംഭിച്ചു പോയി. ആരാണവർ? ആരാണ് അവിടെ വന്നത്? ആരാണ് ഞങ്ങളെ കയറ്റിയത്? ഇത് നടന്നൊരു സംഭവമാണ്. പക്ഷേ കേൾക്കുന്നത് നിങ്ങൾക്ക് കെട്ടുകഥയാണ്. ഞാൻ അനുഭവിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അനുഭവിച്ച കഥ പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസങ്ങളായി പോകും. നമ്മളൊരു വിഷയം പറഞ്ഞ് സ്വയം പരിഹാസിയാകുന്നത് എന്തിനാണ്? അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വിഷയം 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അത്തരം അനുഭവങ്ങളുണ്ടായ ഒരുപാട് ആൾക്കാരുണ്ടാവാം. അത്തരം അനുഭവമുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ചും ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് തൽക്കാലം വിഷയങ്ങളൊന്നും പറഞ്ഞില്ല, ചില സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചു. ബാക്കി നാളെ സംസാരിക്കാം. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.